പ്ലസ് വൺ ഫിസിക്സിലെ തേർഡ് ചാപ്റ്റർ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വസ്തുക്കളുടെ ചലനവുമായി ബന്ധപ്പെട്ട ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. സം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് റിലേറ്റഡ് ടു മോഷൻ ഓഫ് ഒബ്ജെക്ട്സ്. ഫസ്റ്റ് വൺ, ഡിസ്റ്റൻസ് ട്രാവൽഡ്. സാധാരണയായി ഡിസ്റ്റൻസ് എന്നും പാത്ത് ലെങ്ത് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് ഓൾസോ കോൾഡ് ഡിസ്റ്റൻസ് ഓർ പാത്ത് ലെങ്ത്. The length of the path traveled by a particle in a given interval of time is called distance traveled. ഒരു നിശ്ചിത സമയത്തിൽ വസ്തു സഞ്ചരിച്ച പാതയുടെ നീളം or length of the path traveled by an object in a particular time interval, ഇതാണ് പാത്ത് ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് അറിയപ്പെടുന്നത്. അപ്പം വസ്തു സഞ്ചരിച്ച ആകെ പാത്തിൻ്റെ ലെങ്ത്, ആകെ സഞ്ചരിച്ച ദൂരം, അതാണ് ഡിസ്റ്റൻസ് ട്രാവൽഡ് അല്ലെങ്കിൽ പാത്ത് ലെങ്ത് എന്ന് അറിയപ്പെടുന്നത്. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് വസ്തു സഞ്ചരിച്ച ആകെ ദൂരമാണിത്. അപ്പം വസ്തു ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിച്ചപ്പോൾ ആ സഞ്ചരിക്കാനെടുത്ത ആ ട്രാവൽ ചെയ്ത പാത്തിൻ്റെ ലെങ്ത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പുറപ്പെടുകയാണ്. ആ സമയത്ത് നിങ്ങൾ വീട്ടിൽ നിന്ന് സ്കൂളിൽ എത്തിച്ചേരാനായിട്ട് സഞ്ചരിച്ച ആ വഴിയുടെ ലെങ്ത്, നിങ്ങൾ കവർ ചെയ്ത ലെങ്ത് ആണ് ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് അറിയപ്പെടുന്നത്. ഡിസ്റ്റൻസ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല. അതുകൊണ്ടാണ് ഡിസ്റ്റൻസ് സ്കെയിലാർ ക്വാണ്ടിറ്റിയാണെന്ന് പറയുന്നത്. SI യൂണിറ്റ് ഓഫ് ഡിസ്റ്റൻസ് ഈസ് മീറ്റർ. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഡിസ്റ്റൻസിൻ്റെ SI യൂണിറ്റ് മീറ്റർ ആണ്. ഡയമെൻഷൻ L. നമ്മൾ പറഞ്ഞു ഡിസ്റ്റൻസിന് ഡയറക്ഷൻ ഇല്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ ഒരിക്കൽ കൂടി നോക്കാം. വീട്ടിൽ നിന്നും സ്കൂളിലേക്കുള്ള ദൂരം പറയുന്നത് 2 കിലോമീറ്റർ, 5 കിലോമീറ്റർ, 10 കിലോമീറ്റർ എന്നൊക്കെയാണ്. ഇവിടെ നമ്മൾ 2, 5, 10 എന്ന് പറയുന്നതാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. കിലോമീറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ യൂണിറ്റാണ്. ഇവിടെ ഡയറക്ഷൻ ഒന്നും പറയുന്നില്ല, ഒരു മാഗ്നിറ്റ്യൂഡും അതിനൊരു യൂണിറ്റും മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ പറയുന്നില്ല. അതുകൊണ്ടാണ് ഡിസ്റ്റൻസ് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണെന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. SI യൂണിറ്റ് മീറ്റർ ആണ്. ഡയമെൻഷൻ L ആണ്. Second one, speed. It is the distance traveled by the object in unit time. യൂണിറ്റ് സമയത്തിൽ വസ്തു സഞ്ചരിച്ച ദൂരം. It is also defined as the rate of change of position. Rate of change of position. പൊസിഷൻ ഉണ്ടായ ചേഞ്ചിൻ്റെ റേറ്റ്. യൂണിറ്റ് സമയത്തിൽ വസ്തു സഞ്ചരിച്ച ദൂരത്തിന് സ്പീഡെന്ന് നമുക്ക് പറയാം. അതായത് ഒരു സെക്കൻഡിൽ വസ്തു സഞ്ചരിച്ച ദൂരം, അതാണ് സ്പീഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വസ്തുവിൻ്റെ സ്ഥാനം മാറുന്നതിൻ്റെ നിരക്ക്. നമുക്കറിയാം, ഒരു വസ്തുവിന് സഞ്ചരിക്കുകയാണെങ്കിൽ അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. ഇങ്ങനെ ഉണ്ടാകുന്ന പൊസിഷനിൽ ഉണ്ടാകുന്ന ചേഞ്ചിൻ്റെ റേറ്റ്, ഇതാണ് സ്പീഡ് എന്ന് പറയുന്നത്. ഇനി സ്പീഡ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൺ. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ടൈം ടേക്കൺ. SI യൂണിറ്റ് ഓഫ് സ്പീഡ് ഈസ് മീറ്റർ പെർ സെക്കൻഡ്. ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. അതുകൊണ്ട് സ്പീഡിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ഓർ m(s)(-1). ഡയമെൻഷൻ ഫോർമുല m(0), L t(-1). Speed is a scalar quantity. Speed is always positive or zero. Speed can never be negative. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇതാണ്. വസ്തു റെസ്റ്റിലാണെങ്കിൽ അതിൻ്റെ സ്പീഡ് 0 ആയിരിക്കും. വസ്തു റെസ്റ്റിലാണെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡും 0 ആണ്. അതുകൊണ്ട് അതിൻ്റെ സ്പീഡും 0 ആയിരിക്കും. ഇനി ചലിക്കുന്ന വസ്തുക്കളുടെ എല്ലാം സ്പീഡ് പോസിറ്റീവ് ആയിരിക്കും. വസ്തു മോഷനിലാണെങ്കിൽ അതിൻ്റെ സ്പീഡ് ഓൾവേസ് പോസിറ്റീവ്. റെസ്റ്റിലാണെങ്കിൽ സ്പീഡ് 0 ആണ്, മോഷനിലാണെങ്കിൽ സ്പീഡ് പോസിറ്റീവ് ആയിരിക്കും. സ്പീഡ് ഒരിക്കലും നെഗറ്റീവ് ആകുന്നില്ല. ഇനി എന്താണ് സ്പീഡ് എന്ന ആ ടേം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്പീഡ് ഡിനോട്ട്സ് ഹൗ ഫാസ്റ്റ് ആൻ ഒബ്ജക്റ്റ് ഈസ് മൂവിങ്. വസ്തു എത്ര വേഗത്തിൽ സഞ്ചരിക്കുന്നു എന്നതാണ് സ്പീഡ് എന്ന്
ടേം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. വസ്തുവിൻ്റെ സഞ്ചാരത്തിൻ്റെ വേഗതയാണ് നമ്മൾ സ്പീഡെന്ന് പറയുന്നത്. ഇഫ് ദ സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് ഹൈ, സ്പീഡ് ഹൈ ആണെങ്കിൽ ഇറ്റ് മീൻസ് ദ പാർട്ടിക്കിൾ ഈസ് മൂവിങ് ഫാസ്റ്റ്, വസ്തു വേഗത്തിൽ സഞ്ചരിക്കുന്നുവെന്ന് നമുക്ക് പറയാം. സ്പീഡ് ഹൈ ആണെങ്കിൽ വസ്തു വേഗത്തിൽ സഞ്ചരിക്കുന്നുവെന്നും, ഇഫ് ഇറ്റ് ഈസ് ലോ ഇറ്റ് മീൻസ് ദ പാർട്ടിക്കിൾ ഈസ് മൂവിങ് സ്ലോ, സ്പീഡ് ലോ ആണെങ്കിൽ വസ്തു പതിയെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ സ്പീഡിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് ഹൈ ആണെങ്കിൽ വസ്തു വളരെ വേഗത്തിലാണ് സഞ്ചരിക്കുന്നതെന്നും, സ്പീഡ് കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് വളരെ ലോ ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ വസ്തു പതിയെയാണ് സഞ്ചരിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാം. Next, average speed. It is the ratio of total distance travelled by the object to the total time taken. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ഒബ്ജക്റ്റ് ടു ദ ടോട്ടൽ ടൈം ടേക്കൺ. അപ്പം വസ്തു പല സ്പീഡിലാണ് സഞ്ചരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പം ആദ്യത്തെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് എത്താനായിട്ട് ഒരു 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന സ്പീഡിൽ സഞ്ചരിച്ചു. അടുത്ത ഒരു പോയിന്റ് കവർ ചെയ്യാൻ അല്ലെങ്കിൽ അടുത്ത ഒരു ടൈം ഇൻ്റർവെല്ലിൽ ഒരു 30 മീറ്റർ പെർ സെക്കൻഡ്, ഇങ്ങനെ പല വേഗത്തിൽ പല ദൂരമാണ് സഞ്ചരിക്കുന്നതെന്നുണ്ടെങ്കിൽ പല സമയത്ത് പല ഡിസ്റ്റൻസ് കവർ ചെയ്യാനായിട്ട് പല സ്പീഡാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആവറേജ് സ്പീഡ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് വസ്തു കവർ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കും. അതുപോലെ തന്നെ ആകെ സഞ്ചരിക്കാനെടുത്ത സമയം എത്രയാണ് കണ്ടുപിടിക്കും. അത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം വസ്തു പല സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്, ഒരേ സ്പീഡിലല്ല സഞ്ചരിക്കുന്നത്, പല സമയത്ത് പല സ്പീഡിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യുന്നത് വസ്തു ആകെ കവർ ചെയ്ത ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു, അതുപോലെ തന്നെ ആ കവർ ചെയ്യാൻ എടുക്കുന്ന ടൈം കണ്ടുപിടിക്കുന്നു. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ടോട്ടൽ ടൈം ടേക്കൺ ആണ് ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്, ദ സ്പീഡ് ഓഫ് ആൻ ഒബ്ജെക്ട് at any particular instant of time is called instantaneous speed. ഒരു വസ്തുവിൻ്റെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈമിലുള്ള സ്പീഡിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് യൂണിഫോം മോഷനും നോൺ യൂണിഫോം മോഷനും പറഞ്ഞു. ഇനി വസ്തു യൂണിഫോം മോഷനിലാണെങ്കിൽ അതിൻ്റെ സ്പീഡ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. യൂണിഫോം മോഷനിലാണെങ്കിൽ വസ്തുവിൻ്റെ സ്പീഡ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. എന്നാൽ നോൺ യൂണിഫോം മോഷനിലാണെങ്കിൽ ഓരോ സമയത്തും അതിൻ്റെ സ്പീഡ് വ്യത്യസ്തമായിരിക്കും. നോൺ യൂണിഫോം മോഷനിൽ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ സ്പീഡ് ഓരോ സമയത്തും വ്യത്യസ്തമായിരിക്കും. ഇങ്ങനെയുള്ള അവസരത്തിൽ ഒരു പർട്ടിക്കുലർ ടൈം ഇൻസ്റ്റൻറ്റിലെ സ്പീഡിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. അപ്പം വസ്തു പല സമയത്ത് പല സ്പീഡിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അതിൻ്റെ സ്പീഡ് കോൺസ്റ്റൻ്റ് അല്ല. അപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈമിൽ അതിൻ്റെ സ്പീഡ് എത്രയാണോ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡോമീറ്റർ ഓഫ് എ കാർ, ഒരു കാറിൻ്റെ സ്പീഡോമീറ്റർ ഷോസ് ദ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. കാറിൻ്റെ അല്ലെങ്കിൽ വാഹനങ്ങളുടെ സ്പീഡോമീറ്റർ കാണിക്കുന്നത് ഇൻസ്റ്റന്റേനിയസ് സ്പീഡിനെയാണ്. ഇപ്പോൾ കാർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ സ്പീഡോമീറ്ററിൽ നോക്കുന്ന ആ സമയത്തുള്ള സ്പീഡ്, അതാണ് അതിൻ്റെ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ സ്പീഡോമീറ്ററിലേക്ക് നോക്കുന്ന സമയത്ത് ആ വസ്തു സഞ്ചരിക്കുന്ന സ്പീഡാണ് ആ സ്പീഡോമീറ്റർ കാണിക്കുന്നത്. നമുക്കറിയാം അതിലേക്ക് നോക്കി നിന്ന് കഴിഞ്ഞാൽ ഒന്നുകിൽ സ്പീഡ് കൂടുകയോ അല്ലെങ്കിൽ കുറയുകയോ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. കോൺസ്റ്റൻ്റ് ആയി ചില സമയത്ത് കോൺസ്റ്റൻ്റ് ആണ്, എന്നാൽ നമ്മൾ വേരി ചെയ്യുന്ന സമയത്ത്, ആക്സിലറേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്തോ അതിൻ്റെ സ്പീഡിന് വ്യത്യാസം സംഭവിക്കാറുണ്ട്. അപ്പം നമ്മൾ ആ സ്പീഡോമീറ്ററിലേക്ക് നോക്കുന്ന സമയത്തുള്ള അതിൻ്റെ ആ വസ്തുവിൻ്റെ അല്ലെങ്കിൽ ആ വാഹനത്തിൻ്റെ സ്പീഡാണ് സ്പീഡോമീറ്റർ കാണിക്കുന്നത്. ഇത് ഇൻസ്റ്റന്റേനിയസ് സ്പീഡിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇനി ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് കാണാനുള്ള ഇക്വേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. വി ഈസ് ഈക്വൽ ടു, വി എന്ന് പറയുന്നത് വെലോസിറ്റിയെയും സ്പീഡിനെ എല്ലാം റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വി എന്ന ലെറ്ററാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇവിടെ സ്പീഡ് വി ഈസ് ഈക്വൽ ടു വായിക്കുന്നത് എങ്ങനെയാണ്? ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 എഴുതിയിട്ടുണ്ട്. റീഡ് ആസ് ലിമിറ്റ് ഡെൽറ്റ, ഇത് ഡെൽറ്റ എന്ന് പറയുന്ന സിമ്പിളാണ്. ഡെൽറ്റ ടി, ഡെൽറ്റ ടി അതായത് ടൈമിനുണ്ടാകുന്ന ചേഞ്ച് ഡെൽറ്റ ടി ടെൻസ് ടു 0. ഇത് വായിക്കുന്ന ആരോ മാർക്കിട്ട് 0 വായിക്കുന്നത്, വായിക്കുന്നത് ടെൻസ് ടു 0. ഡെൽറ്റ ടിയുടെ വാല്യൂ 0യിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ മീനിങ്. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0. ഇനി ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി, ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പൊസിഷൻ, ചേഞ്ച് ഇൻ പൊസിഷൻ ബൈ ചേഞ്ച് ഇൻ ടൈം. റീഡ് ആസ് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്നാണ് ഇത് വായിക്കുന്നത്. ഇനി ഇത് മാത്തമാറ്റിക്സിൻ്റെ അകത്ത് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കും. ലിമിറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് എന്നൊക്കെയുള്ളത് മാത്സിൻ്റെ അകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. അപ്പോൾ നമ്മൾ ഇവിടെ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം ഇതേ ഉള്ളൂ. ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്നുകൊണ്ട് അർത്ഥമാകുന്നത് വളരെ ചെറിയ ഒരു ടൈം ഇൻസ്റ്റൻ്റ് ആണ്.
അതായത് ഡെൽറ്റ ടിയുടെ വാല്യൂ സീറോയോട് വളരെ അടുത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ സമയമാണ്. നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു പർട്ടിക്കുലർ ടൈം, അത് ഒരുപാട് നേരത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു സമയമല്ല, ഒരു പർട്ടിക്കുലർ ടൈം മാത്രമാണ്. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ വാഹനം ഓടിക്കുന്നയാൾ പെട്ടെന്ന് അതിൻ്റെ സ്പീഡോമീറ്ററിലേക്ക് ഒന്ന് നോക്കുന്ന ആ ഒരു ഇടവേള, സ്പീഡോമീറ്ററിലേക്ക് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയല്ല, നമ്മൾ പെട്ടെന്നൊന്ന് കണ്ണ് സ്പീഡോമീറ്ററിൽ ചെന്നു, അപ്പോൾ തന്നെ ആ കണ്ണ് നമ്മൾ അവിടുന്ന് മാറ്റുവാണ്. ചിലപ്പോൾ ഒരു സെക്കൻഡിൻ്റെ ഒരു വളരെ ചെറിയ അംശം സമയത്തേക്ക് മാത്രമായിരിക്കും നമ്മളുടെ കണ്ണുകൾ ഈ സ്പീഡോമീറ്ററിൽ പതിയുന്നത്. അപ്പോൾ ആ സ്പീഡോമീറ്ററിൽ കണ്ണ് പതിയുന്ന ആ സമയം അത് ഒരു സെക്കൻഡ് പോലും ആയിരിക്കത്തില്ല, ഒരു സെക്കൻഡിൻ്റെ ചെറിയൊരു അംശം മാത്രമായിരിക്കും. അത്രയും ചെറിയ ഒരു ടൈം ഇൻ്റർവൽ, ആ സമയത്തെ സ്പീഡാണ് സ്പീഡോമീറ്ററിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്ന് പറയുന്നത്. എന്നാൽ ഡെൽറ്റ ടി ടെൻസ് ടു സീറോ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ടിയുടെ വാല്യൂ സീറോയോട് വളരെ അടുത്ത് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സമയമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഡെൽറ്റ ടി ടെൻസ് ടു സീറോ. ഇനി ആ സമയത്തുണ്ടാകുന്ന ഡിസ്റ്റൻസ്, ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ് ബൈ ചേഞ്ച് ഇൻ ടൈം, അതാണ് നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്ന് പറയുന്നത്. Uniform speed. A body is said to be in uniform speed if it covers equal distance in equal intervals of time. ഒരു വസ്തു ഈക്വൽ ടൈം ഇൻ്റർവലിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സ്പീഡ് യൂണിഫോം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരേ വേഗത്തിൽ തന്നെയാണ് സഞ്ചരിക്കുക. എപ്പം നമ്മൾ സ്പീഡോമീറ്ററിൽ നോക്കിയാലും നമ്മുടെ സ്പീഡോമീറ്ററിലെ റീഡിങ് സെയിം ആണ്. എന്ന് പറഞ്ഞാൽ വസ്തു കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ വസ്തുവിന് നമുക്ക് യൂണിഫോം സ്പീഡിലാണെന്ന് പറയാം. എക്സാമ്പിൾ, മൂവ്മെൻറ്റ് ഓഫ് ബ്ലേഡ്സ് ഓഫ് എ സീലിംഗ് ഫാൻ. സീലിംഗ് ഫാൻ ഒരു പർട്ടിക്കുലർ സ്പീഡിൽ നമ്മൾ ഇട്ടിരുന്നു കഴിഞ്ഞാൽ അത് കോൺസ്റ്റൻ്റ് ആയിട്ടാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബ്ലേഡുകളുടെ അല്ലെങ്കിൽ അതിൻ്റെ ലീഫുകളുടെ മൂവ്മെൻറ്റ് എന്താണ്, ഒരു യൂണിഫോം സ്പീഡിൻ്റെ എക്സാമ്പിളാണ്. ഇനി വെഹിക്കിൾ മൂവിങ് അറ്റ് കോൺസ്റ്റൻറ്റ് സ്പീഡ് ഓൺ എ സ്ട്രെയിറ്റ് റോഡ്. ഒരു സ്ട്രെയിറ്റ് ഹൈവേയിലൂടെ ഒരു വണ്ടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതൊരു കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്കറിയാം ഹൈവേയിലൊക്കെ പോകുമ്പോൾ വലിയ ട്രക്കുകളൊക്കെ പോകുന്ന കാണാം, അത് ഒരേ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്, ഒരു യൂണിഫോം സ്പീഡിൻ്റെ എക്സാമ്പിളാണ്. ഇനി ഇവിടെ ഒരു യൂണിഫോം സ്പീഡിൻ്റെ എക്സാമ്പിൾ ഫിഗർ തന്നിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെയാണ്. എന്താണ് ഇവിടെ ടൈം എന്ന് പറയുന്നത് സെക്കൻഡിലാണ് തന്നിരിക്കുന്നത്. ടൈം എന്ന് പറയുന്നത് സെക്കൻഡിലാണ്. ഇവിടെ നോക്കുക, 0 to 2 ഈ 2 സെക്കൻഡ് സമയം കൊണ്ട് വസ്തു 2 മീറ്റർ ഡിസ്റ്റൻസ് ആണ് സഞ്ചരിച്ചത്. 2 മീറ്റർ സെക്കൻഡിൽ 2 സെക്കൻഡിൽ 2 മീറ്റർ സഞ്ചരിച്ചു. അടുത്ത 2 സെക്കൻഡ് നോക്കുക, 2 to 4 2 സെക്കൻഡിൽ വീണ്ടും 2 മീറ്റർ. 4 മുതൽ 6 വരെ ഇപ്പോൾ എല്ലാ 2 സെക്കൻഡിലും വസ്തുവിൻ്റെ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. അതുകൊണ്ട് ഇത് യൂണിഫോം സ്പീഡിലാണ് സഞ്ചരിക്കുന്നത് നോക്കുക. അതായത് തുല്യ സമയത്ത് തുല്യ ദൂരമാണ് ഇത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യൂണിഫോം സ്പീഡിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി നോൺ യൂണിഫോം സ്പീഡ് ഉണ്ട്. When a body covers unequal distance in equal intervals of time, then the body is said to be in non-uniform speed. വസ്തു തുല്യ സമയത്ത് തുല്യ ദൂരമല്ല സഞ്ചരിക്കുന്നതെങ്കിൽ നമ്മൾ പറയുന്ന പേരാണ് നോൺ യൂണിഫോം സ്പീഡ് എന്ന് പറയുന്നത്. ബോഡി കവേഴ്സ് അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈം. തുല്യ സമയത്ത് തുല്യ ദൂരം സഞ്ചരിക്കാതിരിക്കാം. അല്ലെങ്കിൽ വീണ്ടും പറയാം, നമുക്ക് തുല്യ സമയത്ത് നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ ഇതാണ്, ഈക്വൽ ഇൻ്റർവലിൽ അൺഈക്വൽ ഡിസ്റ്റൻസ് സഞ്ചരിക്കുന്നു. അല്ലെങ്കിൽ ഈക്വൽ ഡിസ്റ്റൻസ് സഞ്ചരിക്കാൻ അൺഈക്വൽ ടൈം എടുക്കുന്നു. തുല്യ ദൂരം സഞ്ചരിക്കാൻ കൂടുതൽ സമയം, പല സമയം എടുക്കുന്നു. അങ്ങനെ വന്നാലും നോൺ യൂണിഫോം സ്പീഡാണ്. അപ്പം നമുക്ക് 2 രീതിയിൽ പറയാം. നമ്മൾ ഈ ഡെഫിനിഷൻ ഇത് എഴുതിയാൽ മതി. പിന്നെ ബോഡി കവേഴ്സ് അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവൽസ് ഓഫ് ടൈം. തുല്യ ദൂരം കൊണ്ട് തുല്യ സമയത്ത് തുല്യ ദൂരമല്ല സഞ്ചരിക്കുന്നതെങ്കിൽ അത് നോൺ യൂണിഫോം സ്പീഡാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം, തുല്യ ദൂരം സഞ്ചരിക്കാൻ വ്യത്യസ്തമായ സമയങ്ങളാണ് എടുക്കുന്നതെങ്കിൽ അതും നോൺ യൂണിഫോം സ്പീഡിൻ്റെ എക്സാമ്പിളാണ്. എക്സാമ്പിൾ നമുക്ക് പറയാം, എ സ്റ്റോൺ ത്രോൺ ഇൻ ടു എയർ മൂവ്സ് വിത്ത് നോൺ യൂണിഫോം സ്പീഡ്. നമ്മളൊരു കല്ലെടുത്ത് അന്തരീക്ഷത്തിലേക്ക് എറിയുകയാണ്. നമുക്കറിയാം എറിയുന്ന സമയത്ത് അതിന് ഭയങ്കര സ്പീഡായിരിക്കും. കുറേ ദൂരം സഞ്ചരിക്കുന്നതനുസരിച്ച് അതിൻ്റെ സ്പീഡ് കുറഞ്ഞ് അവസാനം എന്ത് ചെയ്യും, ഗ്രൗണ്ടിൽ വന്ന് പതിക്കും. അത് വേരിയബിൾസ്. അല്ലെങ്കിൽ നമ്മളൊരു ബോൾ കിക്ക് ചെയ്യുന്നു, അപ്പോൾ അതെന്ത് ചെയ്യും, നമ്മൾ അതിലേക്ക് തൊഴിക്കുന്ന സമയത്ത് അതിന് ഭയങ്കര സ്പീഡായിരിക്കും. പിന്നെ കുറേ ദൂരം പോകുന്നതനുസരിച്ച് അതിൻ്റെ സ്പീഡ് കുറഞ്ഞ് അവസാനം അത് എവിടെയെങ്കിലും ചെന്ന് തട്ടി നിൽക്കുന്നു. അപ്പോൾ ഇതെല്ലാം നോൺ യൂണിഫോം സ്പീഡിൻ്റെ എക്സാമ്പിളാണ്. അപ്പം യൂണിഫോം സ്പീഡ് എന്ന് പറഞ്ഞാൽ വസ്തു എപ്പോഴും അല്ലെങ്കിൽ തുല്യ സമയത്ത് തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അത് യൂണിഫോം സ്പീഡാണ്. ഇനി അല്ലാത്ത കേസുകളിലെല്ലാം എന്താണ്, അത് നോൺ യൂണിഫോം സ്പീഡായിരിക്കും.
യൂണിഫോം സ്പീഡിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ നോക്കുക, ഓരോ 2 മിനിറ്റിലും 0 to 2 എന്ന് പറയുന്ന 2 സെക്കൻഡിലും അത് ആദ്യത്തെ 2 സെക്കൻഡിൽ 2 മീറ്റർ സഞ്ചരിച്ചു, അടുത്ത 2 സെക്കൻഡിൽ അത് 5 മീറ്ററാണ് സഞ്ചരിച്ചത്. അപ്പോൾ നോക്കുക, സമയത്ത് തുല്യ ദൂരമല്ല സഞ്ചരിക്കുന്നത്, വ്യത്യസ്തമായ ദൂരമാണ് സഞ്ചരിക്കുന്നത്. അടുത്ത 2 സെക്കൻഡിൽ 3 മീറ്റർ സഞ്ചരിച്ചു, അടുത്ത 2 സെക്കൻഡിൽ 4 മീറ്റർ സഞ്ചരിച്ചു, അടുത്ത 2 സെക്കൻഡിൽ 3 മീറ്റർ. അപ്പോൾ നോക്കുക, ഓരോ 2 സെക്കൻഡിലും അതിന് സഞ്ചരിക്കുന്ന ദൂരം വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഇതെന്താണെങ്കിലും ഒരു നോൺ യൂണിഫോം സ്പീഡായിരിക്കും. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്റ്റൻസ്, സ്പീഡ് എന്ന ടോപ്പിക്സ് ആണ് നമ്മൾ പഠിച്ചത്. മോഷനുമായി ബന്ധപ്പെട്ട് മറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്തൊക്കെയാണെന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. താങ്ക് യു.